കൊട്ടിയൂരുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മറ്റൊരു സംശയം എന്ന് പറയുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഭക്തന്റെ മനസ്സിന് ഉചിതമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് വ്രതാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നമ്മളൊരു മഹാക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും 2 ദിവസത്തെയോ 3 ദിവസത്തേക്കോ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. അത് തന്നെ കൊട്ടിയൂരും പാലിച്ചാൽ മതി. ഒരു ചിട്ടയായിട്ടുള്ളൊരു വ്രതാനുഷ്ഠാന രീതി കൊട്ടിയൂർ സന്ദർശിക്കുന്ന ഭക്തർക്ക് പറയുന്നില്ല. പക്ഷെ കൊട്ടിയൂരിലെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കൃത്യമായിട്ട് വ്രതാനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ 3 ദിവസമോ 2 ദിവസമോ 1 ദിവസമോ ഒക്കെ തന്നെ വ്രതാനുഷ്ഠാനം നടത്തിക്കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധിയാക്കിയിട്ട് ഭഗവാനെ കാണുക. അത് നമ്മുടെ മനസ്സ് ശരീരവും എങ്ങനെയാണ് ശുദ്ധിയായിട്ടിരിക്കുക എന്നുള്ളത് നമുക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര ദിവസമാണ് നിങ്ങൾക്ക് വ്രതം എടുക്കാൻ താല്പര്യമുള്ളത്, അതിൽ കൂടുതൽ എടുക്കുന്ന ആൾക്കാരുണ്ട്. 7 ദിവസം 21 ദിവസമൊക്കെ വ്രതം എടുത്ത് കൊട്ടിയൂർ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉചിതമായിട്ട് തോന്നുന്ന ദിവസം എത്ര ദിവസം എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഉചിതമായിട്ട് നിങ്ങൾ തോന്നാറുള്ളത്, എങ്ങനെയാണ് നിങ്ങൾ മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത്, അതേപോലെ തന്നെ കൊട്ടിയൂർ വരുമ്പോഴും വ്രതാനുഷ്ഠാനം നടത്തിയിട്ട് ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.